നമസ്കാരം പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. നമ്മളുടെ വീടുകളിൽ കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ ലഭിക്കുന്നവർ, അതോടൊപ്പം തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതികൾ എടുക്കാൻ താല്പര്യമുള്ളവരും എടുത്തിട്ടുള്ളവരുമുണ്ടാകും. 4% മാത്രം പലിശ നിരക്കിൽ ലഭിക്കുന്ന ആനുകൂല്യമാണിത്. ഇതുകൂടാതെ കർഷകർക്ക് ജൈവ രാസവളങ്ങൾ ലഭിക്കുന്നതിന്, ഇതുകൂടാതെ മറ്റ് കാർഷിക അനുബന്ധ പദ്ധതികളുടെ സബ്സിഡികൾ വാങ്ങുന്നതിന്, കാർഷിക ഇൻഷുറൻസ് ലഭിക്കുന്നതിന്, അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുള്ള എല്ലാവർക്കും വേണ്ടി അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID കർഷക രജിസ്ട്രേഷൻ നാളെ മുതൽ വീണ്ടും ആരംഭിക്കുകയാണ്. നമ്മളുടെ സംസ്ഥാനത്ത് മുൻപ് തന്നെ ഈ പദ്ധതി ആരംഭിച്ചിരുന്നു, കർഷക രജിസ്ട്രേഷൻ. എന്നാൽ താൽക്കാലികമായിട്ട് ഇത് മുടങ്ങുകയുണ്ടായി. സംസ്ഥാനത്തെ കൃഷിഭവൻ വഴിയാണ് ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഈ നിർബന്ധിത കർഷക ID രജിസ്ട്രേഷൻ ആരംഭിച്ചത്. കർഷകരെല്ലാം തിക്കും തിരക്കും കൂട്ടി കൃഷിഭവനിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഉദ്യോഗസ്ഥർക്ക് അവിടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി. അതിനുശേഷമാണ് ഈ തിരക്കുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോമൺ സർവീസ് സെൻ്ററുകളിലേക്കും അക്ഷയ കേന്ദ്രങ്ങളിലേക്കും ഇത് വ്യാപിപ്പിച്ചത്. അതിനുശേഷം പിന്നീട് അതിൻ്റെ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതാളത്തിലായി. പദ്ധതി താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ട സാഹചര്യം ഉൾപ്പെടെ വന്നിരുന്നു. എന്നാൽ അതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വീണ്ടും ആരംഭിക്കുന്നത്. എല്ലാ കർഷകർക്കും, അതായത് കൃഷിഭൂമിയുള്ള എല്ലാവർക്കും തന്നെ, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം 6000 രൂപ വാങ്ങുന്നവർ, കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ എടുക്കാൻ താല്പര്യമുള്ളവർ, കൃഷിഭൂമിയുള്ള എല്ലാ കർഷകർക്കും, അതോടൊപ്പം തന്നെ കാർഷികാനുബന്ധ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ആനുകൂല്യങ്ങളും ഇനി ലഭിക്കുന്നതിനെല്ലാം ഈ കർഷക രജിസ്ട്രേഷൻ അനിവാര്യമാണ്. കർഷകർ രജിസ്റ്റർ ചെയ്ത് പ്രത്യേക ഒരു ID കർഷകരെ ജനറേറ്റ് ചെയ്യുകയാണ്. പിന്നീട് ഈ ID ഉപയോഗിച്ചായിരിക്കും കർഷകൻ്റെ കൃഷിഭൂമിയും ചെയ്യുന്ന വിളകളും, അതോടൊപ്പം തന്നെ കർഷകന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്, ഇനി എന്തെല്ലാം ആനുകൂല്യങ്ങൾ വേണമോ അതിലെല്ലാം അപേക്ഷ വയ്ക്കുമ്പോൾ ഈ ID കൂടി ചേർത്ത് വേണം നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കാൻ. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ID കാർഡ്, കർഷക ID കാർഡ് കൂടി വിതരണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ നമ്മളുടെ സംസ്ഥാനത്ത് ഭാഗികമായിട്ട് മാത്രം നടപ്പിലാക്കിയിരുന്ന ഈ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID അതിലേക്കുള്ള രജിസ്ട്രേഷൻ വീണ്ടും പുനരാരംഭിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ നമുക്ക് കോമൺ സർവീസ് സെൻ്ററുകൾ വഴി കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കോമൺ സർവീസ് സെൻ്ററുകൾ. ഇവിടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രജിസ്ട്രേഷൻ ഉൾപ്പെടെ കർഷകർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കർഷകർ ചെയ്യേണ്ടത് കർഷകരുടെ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നികുതി അടയ്ക്കുന്ന രസീത്, അതോടൊപ്പം തന്നെ കർഷകൻ്റെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള മൊബൈൽ, ഇവയുമായിട്ട് എത്തിച്ചേരേണ്ടതുണ്ട്. OTP അധിഷ്ഠിത വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് OTP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോണിൽ വരുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്ന സംവിധാനങ്ങൾ, ആ രീതിയിൽ അത് പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ട് ആക്റ്റീവ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി, വേരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടി കർഷകർ ശ്രദ്ധിക്കേണ്ടതുമാണ്. കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ പകർപ്പുകൾ കൂടി കൃത്യമായിട്ട് കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. നമുക്ക് ഇതിൻ്റെ അവസാന തീയതി സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന സമയത്ത് എത്രയും വേഗം ഇത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത്. കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇനി തുടർന്ന് ലഭിക്കണമെങ്കിൽ കർഷക ID ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പല ആനുകൂല്യങ്ങളും, പ്രത്യേകിച്ച് ജൈവരാസവളങ്ങളുടെ സബ്സിഡികൾ, അതോടൊപ്പം തന്നെ കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി ലഭിക്കുന്ന പദ്ധതികളുണ്ട്, അതോടൊപ്പം തന്നെ കാർഷിക വായ്പകൾക്ക്, അതായത് കാർഷിക സ്വർണ്ണപ്പണയ വായ്പകളുണ്ട്, കാർഷിക വായ്പകളുണ്ട്. ഇങ്ങനെ പല ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ ഇനി കർഷകരുടെ കൃഷിഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് സമർപ്പിച്ച് നമ്മളെടുക്കുന്ന ഈ കർഷക രജിസ്ട്രേഷൻ ID, ആ ID നമ്പർ ഒരു പ്രധാന മാനദണ്ഡമാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും തീർച്ചയായിട്ടും ഇത് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളുടെ സമീപത്തുള്ള കോമൺ സർവീസ് സെൻ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും. കൃത്യമായിട്ട് വിളിച്ചന്വേഷിക്കുക. തിരക്കില്ലാത്ത സമയത്ത് കർഷകർ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കേരളത്തിലുള്ള എല്ലാ കർഷകർക്കും, കൃഷിഭൂമിയുള്ള എല്ലാ വ്യക്തികൾക്കും ബാധകമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, വിവിധ ആനുകൂല്യങ്ങൾ ഇപ്പോൾ കർശന വേരിഫിക്കേഷനിലൂടെയൊക്കെയാണ് നടപ്പാകുന്നത്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഇത്തരത്തിലൊരു ID കൂടി ഇല്ല എങ്കിൽ ഒരുപക്ഷെ പലവിധ ആനുകൂല്യങ്ങൾക്കും അവർ പിന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ സമയത്ത് ഷെയർ ചെയ്യുന്നത്. അറിയിപ്പ് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.